ജെൻസ് ഇസഡ് കലാപം. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നേപ്പാളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. കഴിഞ്ഞ 48 മണിക്കൂറായി നേപ്പാൾ കത്തുകയാണ്. ഇപ്പോൾ നേപ്പാളിലെ അവസ്ഥ വളരെ ദുഃഖകരമാണ്. അവിടെ വലിയ പ്രതിഷേധം, കലാപം, അക്രമ സംഭവങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഒരു വലിയ പശ്ചാത്തലത്തിൽ തന്നെ കാണേണ്ടതാണ്. നേപ്പാൾ ഏകദേശം 20-25 വർഷം മുമ്പ് ജനാധിപത്യം സ്വീകരിച്ചു. ജനങ്ങളുടെ ഏകദേശം 25% താമസിക്കുന്നത് വിദേശത്താണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. അതിനാൽ അവിടെ ഒരു പ്രത്യേക വിധത്തിലുള്ള ബോധവൽക്കരണവും പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ആഗോളവൽക്കരണത്തെക്കുറിച്ച് ഉള്ള അവബോധം വളരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ ആവശ്യം കേൾക്കുകയും അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മനസ്സിലാക്കുകയും വേണം. എന്നാൽ കോവിഡിന് ശേഷമുള്ള പ്രശ്നങ്ങൾ നേപ്പാളിന് ഇതുവരെ മറികടക്കാനായില്ല. തൊഴിലില്ലായ്മ വർദ്ധിച്ചു, യുവാക്കളുടെ നിരാശയും. പഴയ നേതാക്കൾ അധികാരം പങ്കിട്ട് തുടരുന്നതായി ഒരു തോന്നൽ. ഇതെല്ലാം ആയിരിക്കാം സോഷ്യൽ മീഡിയ നിരോധിച്ചതോടെ ആളുകൾ തെരുവിലിറങ്ങി. അത് വ്യക്തമായ തെറ്റായ തീരുമാനമായിരുന്നു. നിയമവും ക്രമവും വളരെ മോശമായി കൈകാര്യം ചെയ്തു അവർ. അതിന്റെ ഉത്തരവാദിത്തം ഒറ്റപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കൾക്കും ഏറ്റെടുക്കേണ്ട കാരണം 19 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുവരെ 100-ലധികം പേർ ആശുപത്രിയിലാണ്. ഇത്ര ഗുരുതരമായ സാഹചര്യത്തിൽ വെറും സോഷ്യൽ മീഡിയ നിരോധനം നീക്കുന്നത് മാത്രം പോരാ. ജനങ്ങൾക്ക് ഉത്തരവാദിത്തം ഉറപ്പു നൽകുന്ന നേതൃത്വത്തെയാണ് അവർക്ക് ആവശ്യം. ഇപ്പോൾ ജനങ്ങളുടെ ക്രോധവും നിരാശയും മുമ്പേ കൂടിക്കൊണ്ടിരുന്നു. സോഷ്യൽ മീഡിയ നിരോധനം വെറും ഒരു ട്രിഗർ പോയിന്റ് ആയിരുന്നു. അതിനാൽ സംശയമില്ല, കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ രാജവംശ അനുകൂല പ്രതിഷേധങ്ങളും നടന്നിരുന്നു. അവിടെ വലിയ എണ്ണം ആളുകൾ വന്നില്ലെങ്കിലും അത് രാഷ്ട്രീയ സംവിധാനത്തോടുള്ള ജനങ്ങളുടെ അസന്തോഷം പ്രകടിപ്പിച്ചത് തന്നെയായിരുന്നു. കഴിഞ്ഞ 10 വർഷം നേപ്പാളിൽ തുടർച്ചയായി 3 പേരാണ് പ്രധാനമന്ത്രി ആയത്. ഒരാൾ പോയാൽ മറ്റൊരാൾ വരുന്നു. പക്ഷേ പഴയ മുഖങ്ങളാണ് എല്ലാവരും. ജനങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ജനങ്ങളോട് അടുത്തുനിന്ന് പ്രതികരിക്കേണ്ട നേതാക്കൾ അധികാരാധിഷ്ഠിത സമീപനം സ്വീകരിച്ചതും ഒരു വലിയ പ്രശ്നമായി. ഇത് ജെൻസ് ഇസഡ് പ്രൊട്ടക്ട്സ് എന്നും വിളിക്കുന്നു. മ്യാൻമാർ, ശ്രീലങ്ക, ബംഗ്ലാദേശ് അവിടെയുണ്ടായ സംഭവങ്ങൾക്കൊപ്പം നേപ്പാളിലും വിദേശ കൈ ഉണ്ടെന്ന് ആരോപണവുമുണ്ട്. നേപ്പാളിന് രാഷ്ട്രീയ അസ്ഥിരത പഴക്കം ചെന്നതാണ്. എന്നാൽ സംഭവിച്ചത് കാഠ്മണ്ഡുവിലാണ് തുടങ്ങിയത്. അവിടെ നല്ല ആശയവിനിമയ സംവിധാനങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ നിരോധിച്ചതോടെ യുവാക്കൾ തെരുവിലിറങ്ങി. കോളേജ് വിദ്യാർത്ഥികൾ കൂട്ടമായി ഓൾ ഗോട്ട് ടുഗദർ. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും സംഭവങ്ങൾ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതിലൊക്കെ ജനാധിപത്യത്തിന്റെ സജീവതയാണ് പ്രതിഫലിക്കുന്നത്. രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ ശബ്ദം കേൾക്കാത്തപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ മേയർ തെരഞ്ഞെടുപ്പിൽ കാഠ്മണ്ഡുവിൽ വിജയിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മുൻ റാപ്പറായ ബലേന്ദ്ര ഷാ ആയിരുന്നു. ഇതൊരു സൂചനയായിരുന്നു അന്ന് നൽകിയത്. അതെ, അത് വലിയൊരു സൂചനയായിരുന്നു. യുവാക്കളുടെ ആവശ്യം, അവരുടെ ആത്മവിശ്വാസം, ഓൾ റിഫ്ലക്റ്റഡ് ഇൻ ദാറ്റ്. രാഷ്ട്രീയ നേതാക്കൾ അതിൽ നിന്ന് പഠിക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ ജനങ്ങളോട് സഹാനുഭൂതി കാണിക്കാതെ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മുന്നോട്ടുപോയി. അതാണ് ഇപ്പോഴത്തെ കലാപത്തിലേക്ക് എത്തിച്ചത്. കറപ്ഷൻ നേപ്പാളിൽ പ്രധാന പ്രശ്നമാണ്. മുൻ സർക്കാരുകളും അതുപോലെ തന്നെ അഴിമതിക്കാർ ആയിരുന്നു. നേപ്പാളിൽ അഴിമതി പഴക്കമുള്ള പ്രശ്നമാണ്. നേപ്പാളിലെ രാഷ്ട്രീയവും സമൂഹവും അതിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. നേപ്പാളിൽ അഴിമതി പഴക്കമുള്ള പ്രശ്നമാണ്. നേപ്പാളിലെ രാഷ്ട്രീയക്കാരും സമൂഹവും അതിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം വെറും അഴിമതി മാത്രമല്ല, ജനങ്ങളോട് സഹാനുഭൂതി കാണിക്കാത്തതാണ്. സോഷ്യൽ മീഡിയ നിരോധനം പിൻവലിച്ചെങ്കിലും ഉത്തരവാദിത്തം തെളിയിക്കണം. ജനങ്ങൾ പറയുന്നത് കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾ അംഗീകരിക്കണം. അതാണ് യഥാർത്ഥ നേതൃത്വ ഗുണം. നേപ്പാളിലെ യുവാക്കൾക്ക് ഇന്ന് അസമത്വം വ്യക്തമായി കാണുന്നു. നേതാക്കന്മാരുടെ മക്കൾ വിദേശത്താണ്, ലാവിഷ് ജീവിതം. എന്നാൽ സാധാരണ ജനങ്ങളുടെ വരുമാനം വളരെ കുറഞ്ഞത് ഇത് പ്രതിഷേധം ശക്തിപ്പെടുത്തി. നേപ്പാളിലെ ആളോഹരി വരുമാനം ഏകദേശം $1300 മാത്രം. എന്നാൽ നേതാക്കളുടെ മക്കൾ സമ്പന്ന ജീവിതം നയിക്കുന്നു. അവർ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ യുവാക്കളുടെ അമർഷം കൂടി. അടുത്ത 20-30 വർഷമായി നേപ്പാളുകാർ ലോകമെമ്പാടും വ്യാപിച്ചു. റെമിറ്റീസ് നേപ്പാളിന്റെ GDPയിൽ വലിയ ഭാഗമാണ്. അതിനാൽ യുവാക്കൾക്ക് ഗ്ലോബലൈസേഷൻ സ്വാധീനം വലുതാണ്. സോഷ്യൽ മീഡിയ അവർക്ക് പുറത്തുള്ള ലോകവുമായി ബന്ധപ്പെടാനുള്ള മാർഗമായിരുന്നു. അത് തന്നെ നിരോധിച്ചതോടെ വലിയ വികാരം പൊട്ടിത്തെറിക്കുകയായിരുന്നു. യുവാക്കൾക്ക് പ്രതീക്ഷയുണ്ട്, കൂടുതൽ അവസരങ്ങൾ ആവശ്യപ്പെടാനുള്ള അവകാശവുമുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ശബ്ദം കേൾക്കണം, അവരുടെ വേദന മനസ്സിലാക്കണം. 20-ലധികം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മൊനാർക്കി നീക്കിയപ്പോൾ ഇത്രയും ഉണ്ടായിട്ടില്ല.
അതിനാൽ ഇത് സാധാരണ സംഭവമല്ല. രാഷ്ട്രീയ നേതാക്കൾ സഹാനുഭൂതി കാണിക്കേണ്ട സമയമാണ് ഇത്. ജനങ്ങളോട് ഏറ്റുപറയണം, ഉത്തരവാദിത്തം തെളിയിക്കണം. അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേപ്പാളിന് വേണ്ടത്. നേപ്പാളിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അസംതൃപ്തിയുടെ, നിരാശയുടെയും പ്രതിഫലനമാണ് ഈ പ്രക്ഷോഭങ്ങൾ. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പഴയ രാഷ്ട്രീയ നേതാക്കൾ തുടർച്ചയായി ഭരിക്കുന്നത് എന്നിവ ജനങ്ങളിൽ അതൃപ്തിക്ക് കാരണമായി. സോഷ്യൽ മീഡിയ നിരോധനം, സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനം ഈ പ്രക്ഷോഭങ്ങൾക്ക് പെട്ടെന്നൊരു കാരണമായി മാറി. ഇത് ജനങ്ങളുടെ ദേഷ്യം വർദ്ധിപ്പിക്കുകയും അവരെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. മരണങ്ങളും പരിക്കുകളും. പ്രക്ഷോഭങ്ങളിൽ ഏകദേശം 19-ൽ അധികം ആളുകൾ മരിക്കുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിനുണ്ടായ വീഴ്ച വ്യക്തമാക്കുന്നു. ഇത്തരം സംഭവങ്ങൾ നേപ്പാളിൽ സാധാരണയായി ഉണ്ടാകാത്തതാണ്. അതിനാൽ ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്ക്. ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഉദ്യോഗസ്ഥർ മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വവും കൂടിയാണ്. രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതി കാണിക്കാനും സാധിക്കുന്നില്ല. തങ്ങളുടെ നിലപാട് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് അവരുമായി സംവദിക്കേണ്ട ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ തലമുറയുടെ പങ്ക്. ജെൻസ് ഇസഡ്. ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും പുതിയ തലമുറയാണ്. സോഷ്യൽ മീഡിയ വഴിയും മറ്റും അവർ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും സംഭവിച്ചതുപോലെ രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ജനാധിപത്യം കൂടുതൽ സജീവമാവുകയും ജനങ്ങൾ തങ്ങളുടെ കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര സ്വാധീനം. വിദേശ രാജ്യങ്ങളുടെ ഇടപെടലിനെ കുറിച്ചുള്ള സ്വാധീനവും ഊഹാപോഹങ്ങളും ഉണ്ട്. നേപ്പാളിലെ യുവജനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കാൻ സാധ്യത ഏറെയാണ്. സാമ്പത്തിക അസമത്വം. നേപ്പാളി നേതാക്കളുടെ മക്കൾ വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിലെ സാമ്പത്തിക അസമത്വത്തെ തുറന്നുകാട്ടുന്നു. ഇത് പ്രക്ഷോഭങ്ങൾക്ക് മറ്റൊരു കാരണമാണ്. വിദേശ പ്രവാസി സമൂഹം. നേപ്പാളിലെ ജനസംഖ്യയുടെ 25% വിദേശത്താണ്. ഇവരിൽ നിന്നുള്ള പണമാണ് റെമിറ്റൻസ് നേപ്പാളിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയൊരു പരിധിവരെ താങ്ങി നിർത്തുന്നത്. ഇവർ സോഷ്യൽ മീഡിയ വഴി ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നേപ്പാളിലെ യുവജനങ്ങൾക്ക് ലോകത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും കൂടുതൽ ബോധം നൽകുന്നു. സന്ദേശം. നേപ്പാളിലെ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ ശ്രദ്ധിക്കുകയും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറുകയും വേണം. ജനങ്ങളോട് സഹാനുഭൂതിയോടെ പെരുമാറി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കണം. ജനങ്ങളുടെ ശബ്ദം കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ വിലയേറിയ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.